അപ്പോ ഏവരെയും മ്യൂസിക്കൽ വൈഫിന്റെ ഈ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ എന്തായാലും സ്റ്റൈലിഷ് ആയിട്ടുണ്ടല്ലോ, ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കുന്നു. സിമ്പിൾ ആയിട്ട് വന്നതാ, അതും സ്റ്റൈലായോ? ഇതാണോ സിമ്പിൾ? ഉദ്ദേശിച്ചില്ല, സിമ്പിൾ ആയിട്ട് തോന്നിയില്ല. അതെന്താന്ന് മനസ്സിലായില്ലേ? മുഖത്ത് വെച്ചിരിക്കുന്ന സാധനം മഞ്ഞ കണ്ണടയൊക്കെ ഉണ്ട്. സാർ സ്റ്റൈലാണ് സാർ. അതെയാ സാർ കേട്ടിട്ടില്ലേ, മഞ്ഞ കണ്ണുള്ളവനെല്ലാം മഞ്ഞ അല്ല, മഞ്ഞപ്പിത്തം ഉള്ളവനെല്ലാം മഞ്ഞ. ദൈവമേ, ആ കൊച്ചിനതൊന്നും ഇല്ലാട്ടോ ഉണ്ടാക്കാന്. അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം. നമ്മളൊരു വലിയൊരു കാര്യം പറയണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് നടന്നു വന്നത്. കാരണം അല്ല, മ്യൂസിക്കൽ വൈഫ് നമ്മുടെ പ്രേക്ഷകരെ ഏറ്റെടുത്തു. ഒരുപാട് ആളുകൾ നല്ല മെസ്സേജുകൾ അയക്കുന്നു, വലിയ വലിയ സപ്പോർട്ട് കിട്ടുന്നു. നമ്മുടെ മത്സരാർത്ഥികളെ എവിടെ കണ്ടാലും തിരിച്ചറിയുന്നു, ഫോട്ടോ എടുക്കുന്നു, അവരോട് അവരുടെ സ്നേഹ പ്രകടനം നടത്തുന്നു. അതുകൊണ്ട് നമുക്ക് പ്രേക്ഷകരോട് വലിയൊരു നന്ദി പറയണമെന്ന് ആഗ്രഹമുണ്ട്. പ്രേക്ഷകരെ നന്ദി നന്ദി നന്ദി. അപ്പൊ എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ നമ്മളിതാ നമ്മുടെ സ്വന്തം ജഡ്ജസിനെ സ്വാഗതം ചെയ്യാണ്. നമ്മുടെ എല്ലാമായ 3 പേരാണ് ആ സീറ്റിലിരിക്കുന്നത്. എന്തൊരു രസം, ചേച്ചിയാണ് ഇന്ന് തിളങ്ങിയിരിക്കുന്നത്. വരണോ ബിന്നി ചേച്ചിയുടെ ഒരു റാംബോ? ബിന്നി ചേച്ചിയുടെ ഒരു റാംബോ. അതെ, ഒരു നാടൻ കുട്ടിയായി നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ തുടക്കം മുതലേ കണ്ടിരുന്ന ബിന്നി ചേച്ചി. ദ സ്റ്റൈലിസ്റ്റ് ബിന്നി ചേച്ചി. ബിന്നി ചേച്ചി എവിടെ പോവാ? റാംബോക്കാണോ? എന്തൊരു രസം. ബ്ലൗസിന്റെ പുറകിൽ ജനലൊക്കെ ഉണ്ട്. അങ്ങനെ രസമുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. മ്യൂസിക്കൽ വൈഫിലേക്ക് വേണ്ടി പ്രത്യേകമായി സ്റ്റിച്ച് ചെയ്ത ചെന്നൈയിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തോണ്ട് എപ്പടി ഇருக்கு? ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഡ്രസ്സെല്ലാം കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ഒരു റാംപോക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വിഷമമില്ലല്ലോ ആർക്കും? ഞങ്ങൾക്ക് സന്തോഷം മാത്രം. ഇപ്പൊ ആർക്കെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടും വല്ല ഇടും വരും ചെയ്യും. ഔസേപ്പച്ചൻ സാർ തുടക്കം പോലെ അവിടെ ഇങ്ങനെ പാൽപുഞ്ചിരി കാണിച്ചിരിക്കുക. അത് വേറെന്തോരു പറഞ്ഞില്ല, അതെ, എന്നാ ക്യൂട്ടാന്ന് അറിയാമോ സാറിനെ കാണാൻ? എനിക്ക് മുഖത്ത് നോക്കിട്ട് പൊന്നെ എന്ന് വിളിക്കാനോ തോന്നുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ ഔസേപ്പച്ചൻ സാർ സ്വാഗതം. രഞ്ജിനി ചേച്ചി, എന്തോ രഞ്ജിനി ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട റൗണ്ടുകളാണ് ഇവിടെ. അതിന്റെ ഒരു സന്തോഷം ആ മുഖത്ത് കാണാനുണ്ട്. രഞ്ജിനിയുടെ ഡ്രസ്സ് നല്ല ഒരു വെറൈറ്റി. രഞ്ജിനി ചേച്ചിയുടെ മ്യൂസിക്കൽ വൈഫിന്റെ എല്ലാമായ രഞ്ജിനി ജോസ്. അതെ, നമ്മുടെ സ്വന്തം പവറേശ്വരി. പവർ കറക്കി ചേച്ചി, നമ്മുടെ ടീം ഫസ്റ്റ്. അല്ല, അനൗൺസ് ചെയ്യണ്ടേ? ഞങ്ങളെ എലിമിനേഷൻ റൗണ്ടിൽ വന്ന് നിൽക്കുന്നത് വിന്നറാണ് അനൗൺസ് ചെയ്യണ്ടേ? യെസ് സർ, വിന്നറെ അനൗൺസ് ചെയ്യൂ. ബിന്നി കൃഷ്ണകുമാർ. ഈ സന്തോഷത്തിൽ നമ്മുടെ 2 ജഡ്ജസ് ഇവിടെ ഉണ്ട്. നമ്മളൊക്കെ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ രഞ്ജിനി ചേച്ചി ചെയ്ത് മടുത്ത് നിർത്തിപ്പോയ സാധനമാണ് ആങ്കറിംഗ് എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറയുന്നത്, അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യേണ്ടത് നിങ്ങൾ രണ്ടുപേരും ആണ്. അതാണ്. അടുത്ത പവർ ബീറ്റ്സ് റൗണ്ടിലേക്ക് നമുക്കെല്ലാം സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം വിദ്യാസുര.
ജഡ്ജ്മെന്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു ആ കോറസ്? എന്തായിരുന്നു? Wow. ആയേ ഓയേ ആയേ. ഭയങ്കര ക്യൂട്ടായിട്ടാ തുടങ്ങിയത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പാട്ട് തീർന്നത് അറിഞ്ഞില്ല, പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി. വിഷമമായി പോയി പെട്ടെന്ന് എനിക്ക്. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് വരുവായിരുന്നു. നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് കിടക്കാം. ജഡ്ജസ് എൻജോയ് ചെയ്തോ? ബിന്നി ചേച്ചി എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തു. സാറ് തുടങ്ങും. എന്നാ സാർ. വിദ്യ എന്തോ സാർ? നല്ല ആറ്റിറ്റ്യൂഡ് ആയിരുന്നു കേട്ടോ താങ്ക് യു പാട്ട് പാടുമ്പോ. ആ ഒരു കോൺഫിഡൻസും അടിച്ചു പൊളിക്കുക എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് ശരിക്ക് ഫേസിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൽ ഒറ്റ പ്രശ്നമുള്ളൂ, നമ്മളിപ്പോൾ ഇങ്ങനത്തെ പാട്ടുകൾ അടിപൊളി പാട്ട് പാടുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഇതിലൊരു ചെറിയൊരു പ്രോബ്ലം തുടക്കത്തിൽ ഈ സ്റ്റാർട്ടിങ് ലാൻഡിങ് നോട്ട് മഴയിലേ ഇത് അല്ലെങ്കിൽ തന്നെ ഇതിന്റെ കമ്പോസിഷൻ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ നോട്ട് കണ്ടിന്യൂവേഷൻ അല്ല, ടാ ഒരൊറ്റ നോട്ടാണ്. ടാ ആ നോട്ടുകള് കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻ ഇല്ലേ, സിമ്പിളാണ്. അത് ജസ്റ്റ് ഒന്ന് പാടി നോക്കിയാ അതിന്റെ ആ പല്ലവി മാത്രം തുടങ്ങും. അല്ല വെയിറ്റ് കറക്റ്റ് ഇതാണ് സംഭവം. അത് അടിപൊളി. അതങ്ങനെ പിടിക്കണം. ഇത് പെട്ടെന്ന് മഴയില് വന്നു. അത് സാരമില്ല, അത് അടിപൊളി പാട്ടാണ്. പെർഫോമൻസും എല്ലാം കൂടി ഉള്ള ഒരു പാട്ടായതുകൊണ്ട് കുറച്ചൊക്കെ അതിന് ഒരു ചെറിയ കോമ്പൻസേഷൻ, ഒരു മാർജിനൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് അനുപല്ലവി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. തൈമാസം കുങ്കുമപ്പൂ മാസം ആ ഒരു പോർഷനൊക്കെ നല്ല പെർഫെക്റ്റ്. പിച്ചിങ്ങും ശരിയാണ്, ഭാവവും ശരിയാണ്, ആ ആറ്റിറ്റ്യൂഡും എല്ലാം നന്നായിരുന്നു. അവിടെ ഇവിടേക്ക് ചെറിയ ചെറിയ പ്രശ്നമാണ്. പക്ഷെ അവസാനമായപ്പോഴേക്കും മാമഴയിൽ കറക്റ്റായിട്ട് പെയ്തു തുടങ്ങി. തുടക്കത്തിൽ മാത്രമാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാറായിട്ട് ചാറിപ്പോന്നു. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം ഓക്കെ. യു ആർ എ വെരി ഗുഡ് സിംഗർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് രഞ്ജന ചേച്ചി. എന്തുണ്ട് വിശേഷം? സുഖം. സുഖം. അച്ഛൻ ഇവിടെ വന്ന് പാടിയിട്ട് എന്തൊക്കെ പറഞ്ഞു ആൾക്കാര്? അയ്യോ, അച്ഛനാണ് ഇപ്പൊ സ്റ്റാർ. സ്റ്റാർ. അച്ഛന് മതി എല്ലാവർക്കും. അതെ, വേണ്ട വേണ്ട. ആ, അത് ശരിയാവൂല, ഞങ്ങൾക്ക് വേണം കേട്ടോ തന്നെ. എന്തായാലും വിദ്യ, ഇത് ഫാസ്റ്റ് സോങ് ആണെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ് പാടി ഫലിപ്പിക്കാൻ. കാരണം അത്രയും വാക്കുകളും അതില് ഒരുപാടധികം കുറുക്കുകളുള്ള ഒരു പാട്ടാണ്. ഓരോ നോട്ടുകൾ ഇങ്ങനെ സ്റ്റക്കാറ്റോ പോലെയാണ്. നീട്ടി ശ്രുതി പിടിക്കാനുള്ള സമയമില്ല. അപ്പൊ വളരെ ജാഗ്രതയായിരിക്കും. സ്റ്റക്കാറ്റോ നോട്ട്സ് അത്രയും സ്പീഡിൽ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് പാടാനായിട്ട് അതിന്റെ സ്വരസ്ഥാനം. ഇത് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, ആ കുളിരോല കിളിയാണ്, ആ കുളിരോല കിളിയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ ഒച്ച പോയി കഴിഞ്ഞു. കുളിരോല കിളിയാണ് ഞാൻ, അവിടെ നിൽക്കണം. ആ ഞാനിന്റെ അവസാനം പോയി. അത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും വാക്കുകൾ ഉള്ളതുകൊണ്ടോ എവിടെയും ശ്വാസം എടുക്കാൻ സ്ഥലം എം ജയചന്ദ്രൻ സാർ ഇട്ടിട്ടില്ല. അതാണ് അതിന്റെ അകത്തില്ല, സ്ഥലമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഇത്. മധുചേട്ടൻ പാടിയതാണോ ഇത്? അതെ, നമ്മുടെ സ്വന്തം ഹണി ബാലകൃഷ്ണൻ പാടിയതാണ്. മധുചേട്ടോ കേൾക്കുന്നുണ്ടോ? ഹണി ബാലകൃഷ്ണൻ പാടിയ പാട്ടാണ്. സിനിമയില് സുജാത ചേച്ചി. ആ, വിദ്യ പാടിയത് സുചേച്ചി പാടിയത് അല്ലേ? ഓക്കെ, ബ്യൂട്ടിഫുൾ സോങ്. നല്ല രസമുണ്ടായിരുന്നു. ഡെയിൻ പറഞ്ഞ പോലെ തുടങ്ങലും അവസാനിക്കലും ഒന്നിച്ചായി പോയി, പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു. ഇങ്ങനെ കുറെ നല്ല പാട്ടുകൾ നിങ്ങൾ ഫാസ്റ്റ് നമ്പേഴ്സിൽ സാധാരണ കേട്ട പാട്ടുകളല്ലാണ്ട് നിങ്ങൾ വേറെ വേറെ പാട്ടുകൾ കൊണ്ടുവരുന്നത് നല്ലൊരു റിഫ്രഷിംഗ് ആണ്. ശരിക്കും ഈ ഒരു പാട്ട് റിയാലിറ്റി ഷോയിൽ ഞാൻ അധികം കേട്ടിട്ടേ ഇല്ല കേട്ടോ. അതെ, സോ ഇതുപോലെ എടുത്തോണ്ട് വരൂ. അതെ, നല്ല ടഫും ആണ്, അതേ നേരത്തെ പെപ്പിയും ആണ്. അവസാനത്തെ എനിക്ക് അത് ആവണി പിടിച്ച് ഇളക്കിയതൊക്കെ എനിക്ക് ഇഷ്ടമായി. ഓൾ ദ വെരി ബെസ്റ്റ് വിദ്യ. നെക്സ്റ്റ് റൗണ്ടിൽ കാണാം കേട്ടോ. ഓക്കെ, പിന്നെ ചേച്ചി ലിറിക്സ് നിറയെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നാമത് ബ്രീത്ത് പ്രോബ്ലം. സിനിമ പാട്ട് പാടുമ്പോൾ ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്നുള്ള ബ്രെത്ത് കൺട്രോൾ ഭയങ്കരമായിട്ട്. അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിലാണ് ഇതുപോലെ ലിറിക്സ് ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ശ്രുതി ചേരായ്മയും ബ്രീത്ത് എല്ലാ പ്രോബ്ലംസ് എല്ലാം വരും. പക്ഷെ എനിക്ക് ഫസ്റ്റ് മെയിൻ തോന്നിയത് ഈ ഇപ്പൊ പാടിച്ച സാറ് തന്നെ, അത് ഞാൻ തിരിച്ച് പാടിക്കുന്നില്ല. ഫസ്റ്റ് മഴയിലെ അത് ലാ 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 ലാ, അത് ആരോഹണം അങ്ങനെ വരികയാണത്. അത് മോളിപ്പോൾ പാടിയപ്പം ഒന്നുകൂടെ ഇനിയും ക്ലിയർ ആവണം ഒന്നുകൂടെ കേട്ടോ. ആ പല്ലവി എനിക്കതേ തോന്നിയുള്ളൂ. പിന്നെ ചരണത്തിലാണെന്ന് തോന്നുന്നു എവിടെയോ ഒന്ന് കുറച്ചൊരു ഫ്ലാറ്റ് ആയിരുന്നു. ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഒരു നല്ല ഓളം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടോ വിദ്യക്കുട്ടിക്ക്. നല്ല എനിക്ക് ഈ വിദ്യക്കുട്ടിയെ കാണുമ്പോ ഇപ്പോഴും എനിക്കൊരു 12-13 വയസ്സിന് മേലെ തോന്നുന്നേ ഇല്ല. ശരിയാ, അതാണ് മോളെ മക്കളെ കുട്ടി ചക്കരക്കുട്ടി എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. അത് കുറച്ചൊക്കെ ശബ്ദത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. അത് അവളാ കുക്കുറുകുറുമ്പി പാടിയതിനു ശേഷം പക്ഷെ അസലായിട്ട് പാടുന്ന കുട്ടിയാ.
ഒരു ചെറിയ സ്മോൾ പാക്കേജ് ആണ്, പക്ഷെ ഇടിവെട്ടാണ്. അതെ. ചോട്ടാ പാക്കറ്റ് ബഡാ ധമാക്ക എന്ന് അതെ, അതാണ് ചോട്ടാ പാക്കറ്റ് ബഡാ ബഡാ ധമാക്ക. ധമാക്ക. കറക്റ്റ് ആണ്. ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ഇതേട്ടോ, ജഡ്ജ്മെന്റ് ഒക്കെ ഒരു കേട്ടു. കാര്യം കൂടെ പറയാൻ മറന്നു. പറഞ്ഞോളൂ. ജയേന്ദ്രൻ ചേട്ടൻ ഉണ്ടല്ലോ, കുട്ടൻ ചേട്ടൻ. ആ കുട്ടൻ ചേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്താണല്ലോ വിദ്യയെ. അതെ. അപ്പൊ കുട്ടൻ ചേട്ടൻ നമ്മുടെ മ്യൂസിക്കൽ വൈഫിലെ പ്രോഗ്രാം കണ്ടിട്ട് വിദ്യയുടെ പാട്ട് കേട്ടിട്ട് ഭയങ്കര സന്തോഷമായി. അത്ര ഒരുപാട് അഭിമാനമായി, ഒരുപാട് സന്തോഷമായി, നന്നായി പാടുന്നു എന്നൊക്കെ പറഞ്ഞു. അത്ര ഇത് ഞാൻ മ്യൂസിക്കൽ വൈഫ് കണ്ടവരെ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. കാരണം ഇതുപോലെ കുഞ്ഞായിരുന്ന വിദ്യ, കുഞ്ഞുട്ടി എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ, ഇപ്പൊ ഞാൻ മ്യൂസിക്കൽ വൈഫിൽ നോക്കുമ്പോഴത്തേക്കും ഈ പാട്ട് പാടുന്ന വിദ്യ തന്നെ. വിദ്യ ഇപ്പൊ ഒരു അമ്മയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ എത്രയോ വർഷമായി കണ്ടിട്ട് വിദ്യയെ. കുക്കുരു കുക്കുരുക്കൻ കക്കിരി കക്കും കറുമ്പ് പണ്ടൊരു കാട്ടിലെത്തി, മുന്തിരി കണ്ട് കൊതിച്ച് താക്കില് വെള്ളം കുതിച്ച് കൊമ്പത്തെ നോക്കി നിന്നു. വിദ്യക്ക് ഒരു വലിയൊരു ഹായ്. വിദ്യ അതിൽ പാടിയ പാട്ട് ഞാൻ കേട്ടത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ പാട്ടെന്ന് അറിയുന്നതിലും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ശരിക്കും അഭിമാനം തോന്നി കേട്ടോ. താങ്ക് യു സോ മച്ച്. ഡ്രസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? പിന്നെ കോറസ് അടിച്ചു പൊളിച്ചു. എനിക്ക് ആ കോറസ് ഇഷ്ടപ്പെട്ടു. അതെ, സാറിനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അപ്പൊ ഇനി നമുക്ക് മാർക്സിലേക്ക് കടക്കാം. നമ്മുടെ ഗ്രൂമേഴ്സ് എത്ര മാർക്സ് ആണ് വിധിക്ക് നൽകുന്നതെന്ന് ജഡ്ജസിനെ അറിയിക്കൂ. പിന്നെ നമുക്ക് ജഡ്ജസിന്റെ മാർക്കും കൂടെ അറിഞ്ഞിട്ട് ഈ ഘട്ടത്തിലെ ആദ്യത്തെ റൗണ്ടിൽ എത്ര മാർക്കാണ് കിട്ടിയിരിക്കുന്നത് അറിയാം. അപ്പൊ വിദ്യ, എന്തോ സാർ? ഈ വിദ്യ എന്ന് വിളിക്കുമ്പോഴേക്കും എപ്പോഴും എനിക്കൊരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് ഞാൻ വിദ്യ എന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് വിദ്യാസാഗറിനോ എപ്പോഴും വിദ്യ എന്ന് വിളിക്കുക. റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്ന നേരത്തെ ഒരു 100 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം വിളിക്കും വിദ്യ 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 എന്ന്. എനിഹൗ വിദ്യക്ക്, ഈ വിദ്യക്ക് 93. താങ്ക് യു സാർ. വിദ്യ ഇങ്ങനെയൊക്കെ. ഓക്കെ, ഓക്കെ, ശരി. 93 അടുത്ത പ്രാവശ്യം കാണിച്ചു തരാം. അപ്പൊ വിദ്യ എന്തോ? അങ്ങനെ പവർ ബീറ്റ്സിൽ നേടിയിരിക്കുന്നു 93. അപ്പൊ നമുക്ക് ഇനി ഒരു റൗണ്ടും കൂടി ഉണ്ട്. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാ, അടിച്ചു പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് കടക്കാണ് അല്ലേ ഡേനെ? അതെ. ഏതാ റൗണ്ട് എന്ന് പറഞ്ഞേ. ഏതായിരിക്കും? ഏതാ പറ. റൊമാൻറ്റിക് റൗണ്ട് ആണല്ലോ. അപ്പൊ എന്താ റൗണ്ടിന്റെ പേര് പറ? റൊമാൻറ്റിക് വൈബ്. അതാ. അപ്പൊ ഈ റൊമാൻറ്റിക് വൈബിൽ ഇവിടെ പാടാൻ വരുന്നു ആരാ? ആര്യ. ആര്യ.
ഹലോ ആര്യ, ഹായ്. ഇഷ്ടായോ പാടിയിട്ട് സ്വയമായിട്ട്? കൊറേയൊക്കെ റൊമാൻസ് ഒക്കെ വന്നോ പാടിപ്പോ? ഈ പറഞ്ഞത് കേട്ടിട്ട് പേടിച്ചു പോയി. ആണോ? എന്ത്? അല്ല, റൊമാൻറ്റിക് വൈബ് ആണല്ലോ. അപ്പൊ റൊമാൻസ് ആയിട്ട് എന്തെങ്കിലും ഫീൽ ഒക്കെ വന്നോ? കുറച്ചൊക്കെ. ഓക്കെ എടാ, വേണ്ടെന്ന് തോന്നടാ. നല്ലൊരു സോങ് സെലക്ഷൻ ആണ്. പ്രത്യേകിച്ച് ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരു സിംഗറിന്റെ അല്ലെ, ഒരു ഭയങ്കര ഒരു തരംഗമായിരുന്നു ശ്രീകുമാർ ആ നേരത്ത്. ആളുടെ ഒരു പ്രത്യേകമായ സൗണ്ടും ഈ പാട്ടിന്റെ റെൻഡിഷനൊക്കെ. നീലത്താമര എന്താ പറയുന്നത്, ഈ ഒരു പാട്ട് വലിയൊരു ഹിറ്റായിരുന്നു. അപ്പോ ഈ പാട്ട് ആര്യയുടെ സൗണ്ട് ആണെങ്കിലും ആര്യയുടെ സിംഗിങ് സ്റ്റൈൽ ആണെങ്കിലും വളരെ നല്ല ഒരു സിംഗിങ് സ്റ്റൈലും അതിലും നല്ലൊരു വോയിസും പിച്ചിങ് ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. യു ആർ എ വെരി ഗുഡ് സിംഗർ ബേസിക്കലി. പക്ഷെ എനിക്ക് തോന്നിയത് ഇപ്പൊ 2-3 പേരായപ്പോ എനിക്കിതൊന്ന് മെൻഷൻ ചെയ്യണമെന്നുണ്ട്. കൂടുതലും സോളോ എടുത്തോണ്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം ഡ്യുവറ്റ്സ് പാടുന്നതിന് ഒരു ഇതുള്ള, ഞാൻ മെയിൽ സോങ്സും ഡ്യുവറ്റ്സ് ഒക്കെ പാടുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ചില പാട്ടുകളിൽ മെയിലിന്റെ പോർഷൻ കഴിഞ്ഞ ഉടനെ ഫീമെയിൽ വരെ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഓവർലാപ്പ് പോലെ വരുന്ന പാട്ടുകളാവുമ്പോൾ നിങ്ങൾ എവിടെ ശ്വാസം എടുക്കും എന്നുള്ളൊരു സംഭവം വരും. മറ്റേത് മെയിൽ പാടിക്കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ട്, ഫീമെയിൽ പാടുമ്പോൾ മെയിൽക്ക് ശ്വാസം എടുക്കാം. ഇത് രണ്ടുപേരും കൂടെ ഉള്ളത് ഒന്നിച്ച് പാടുമ്പോൾ അതാണ് ഈ മൗനം തീരില്ലേയും വീണ്ടും ചേരില്ലേയും പോകാൻ കാരണം. അവിടെ ഇങ്ങനെ ഓവർലാപ്പാണ്, ഇട്ടിട്ട് ക്വസ്റ്റ്യൻ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പാടുമ്പോൾ അതുകൊണ്ടാണ് വരാത്തത്. അപ്പൊ മാക്സിമം നിങ്ങൾ സോളോ സോങ്സ് എടുത്തു കഴിഞ്ഞാലേ നിങ്ങൾ ശ്വാസം മുട്ടി മരിക്കില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കും പെർഫോം ചെയ്യാൻ പറ്റും. മറ്റേത് ഈ ഒരു കാരണം കൊണ്ട് മാത്രം നിങ്ങളുടെ കയ്യിൽ നിന്നൊരു സാധനം പോവാന്ന് പറഞ്ഞാൽ ഒരു നഷ്ടബോധം പോലെ തോന്നണ്ട എന്നോർത്തിട്ടാണ്. എന്റെ ഒരു ഒബ്സർവേഷൻ ആണ്. കറക്റ്റ് ആണ് സർ. അപ്പൊ എനിക്ക് അതാണ് അപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോ എനിക്ക് ശ്വാസം മുട്ടുന്നു. കാരണം അതല്ലെങ്കിൽ ആര്യക്ക് നന്നായി പാടാൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പൊ അതും കൊണ്ട് ഇനി മാർക്ക് പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാണ്, നമുക്കും കൂടെ ശ്വാസം എടുത്ത് ഒരു കോമ്പറ്റീഷന് നമ്മൾ പാടുമ്പോൾ അതിൽ നമുക്ക് ഒരേപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന അത്രയും സ്പേസ് ഉണ്ടോ, നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഗുണം ചെയ്യും. അല്ലെങ്കിൽ അസലായിട്ട് പാടി ബാക്കി ന്യൂആൻസസും കാര്യങ്ങളൊക്കെ സർ പറയും. സർ ഇപ്പൊ ബ്രത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. പാട്ട് പാടാൻ നല്ല എനർജി വേണമെങ്കിൽ ഞാനും ആലോചിക്കായിരുന്നു. ഡെയിന് നല്ല കുറവുണ്ട്, ഫിറാഫുഡ് കഴിച്ചോളൂട്ടോ. ഞാനെല്ലാം കഴിക്കണേന്റെ കൂടുതലുള്ള. ഓക്കെ. ആര്യ വളരെ നല്ല ഗായകയാണ്. ഇപ്പൊ രഞ്ജിനി പറഞ്ഞത് നല്ല സിംഗറാണ്. ആര്യനെ കാണുമ്പോൾ തന്നെ നല്ലൊരു പാട്ട് കേൾക്കാനുള്ള ഇതിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആര്യ നന്നായിട്ട് പാടി. അതിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഈ പറഞ്ഞ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഞാൻ പറയാം. രഞ്ജിനി പറഞ്ഞല്ലോ, ആക്ച്വൽ പ്രശ്നം ബ്രീത്ത് മാത്രമല്ല, ഒരു മെയിൽ ഫീലും ഫീമെയിൽ ഫീലും രണ്ടാണ് ഒരു പാട്ടിൽ. ഒരു മെയിൽ കൊടുക്കുന്ന ഫീല് ടോട്ടലി വേറെ ആയിരിക്കും, ഫീമെയിലിൻ്റെ റെൻഡിഷൻ വേറെയാണ്. അപ്പോൾ ഈ 2 റെൻഡിഷനും കൂടിയിട്ട് അങ്ങോട്ട് നമ്മൾ കൺഫ്യൂഷനാവും. അപ്പോൾ ഇത് ഒരൊറ്റ സിംഗിൾ ഫീമെയിൽ പാടുമ്പോൾ ആ റെൻഡിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പകുതി പാട്ടിൻ്റെ ഒരു ഇമ്പ്രഷൻ ചിലപ്പോൾ പോയി പോകും. നമ്മൾ ഈ പാട്ട് ഒരുപാട് കേട്ടതാണ്, അങ്ങനെയാണല്ലോ കേൾക്കുന്നത്. അത് പാടി കേൾക്കുമ്പോൾ ഫീമെയിലിൽ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അത്രമാത്രം സ്റ്റഡി ചെയ്ത് മെയിലിൻ്റെ റെൻഡിഷൻ ആ എക്സ്പ്രഷൻ പഠിച്ച് അങ്ങനെയൊന്നും പഠിക്കാൻ എളുപ്പമല്ല. അതാണ് ഈ ഡ്യുവറ്റ് എടുക്കുമ്പോഴത്തെ പ്രശ്നം. ചില പാട്ടുകൾ, എല്ലാ പാട്ടുകളും അല്ല ഞാൻ പറയുന്നത്, പലയിടത്തും ക്ലാരിറ്റി കുറവ് ചെറുതായിട്ടുണ്ട് ഈ സംഗതികളിലും, അതുപോലെ കുറച്ച് പിച്ചിങ്ങിൻ്റെയും. അതർവൈസ് നല്ല ഒരു ആലാപനം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ആര്യ, 2 പേര് പാടുന്ന പാട്ട് എടുത്ത് പാടിയാലോ ഒന്ന് ബ്രത്ത് കൺട്രോൾ ഭയങ്കര പ്രോബ്ലം. ഒന്നാമത് സാറിന്റെ പാട്ടുകൾ നമ്മൾ നേരെ ഒരു ബ്രീത്തിൽ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിദ്യാജിയുടെ. പക്ഷെ ഞാൻ നോക്കിയിട്ട് ആര്യക്ക് നല്ല ഒരു ബ്രീത്തിങ് പവർ ഉണ്ട് കേട്ടോ, നല്ലോണം. അത് കാരണം ഞാൻ അടുത്ത ഫീമെയിൽ പോർഷൻ കഴിഞ്ഞു മെയിൽ പോർഷൻ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇവിടെ അങ്ങനെ വലുതായിട്ട് വലിക്കുന്നൊന്നുമില്ല. അപ്പൊ യു ഹാവ് ദാറ്റ് നല്ല ബ്രീത്തിങ് പവർ ഉണ്ട്. പിന്നെ എനിക്കൊരു സംശയം തോന്നിയത്, എനിക്ക് അതിൽ അവങ്ക എവിടെ എല്ലാം എന്തെങ്കിലും ഇടർച്ച വന്നുകൊണ്ടേ ഇരുന്ന പോലെ അവിടെ ഗന്ധമോടെ, അവിടെ രാക്കിനാവിൻ ചന്തമോടെ, അവിടെ അതുപോലെ അനുരാഗവിലോചനായി അതിലേറെ മോഹിതന, എല്ലാം മോഹിതനായി. ഒരു ഇടർച്ച ശ്രദ്ധിച്ചോ? ആണോ വന്നെന്ന് വന്നിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് ഞാൻ അതെല്ലാം എന്റെ കുഴപ്പമാണോ, ഞാൻ കേട്ടതിന്റെയാണോ കൊച്ചിന്റെ ആണോ എന്ന് അറിയാനാണ്. ഒന്നായി വന്നിരുന്നു വെറുതെ പടവിൽ. ആ വെറുതെ എല്ലാം എല്ലാത്തിനും ഒരു ഡ്ര കറക്റ്റ് ആയിട്ട് കേട്ടോണ്ടിരുന്നു. കേട്ടോ മക്കളെ? അതെന്താ എനിക്ക് അറിയില്ല.
പക്ഷെ 1, 2, 3 തവണ നമ്മൾ വന്നതും ഹോൾ സോങ്ങിൽ അവിടെ ഇവിടെയും ഇങ്ങനെ ഇടർച്ച വന്നുകൊണ്ടേ ഇരുന്നു കേട്ടോ. അത് ചിലപ്പോൾ തൊണ്ടയുടെ ഇനി വല്ലതാണെങ്കിൽ അതൊന്ന് നോക്കുക, ഇനി പാടുമ്പോൾ ശ്രദ്ധിക്കൂ കേട്ടോ. അനുപല്ലവിയുടെയും ചരണത്തിലെ എൻ്റെ ഒരു സാധനം ഉണ്ട്. അത് പാടി വന്നപ്പോൾ പാടാൻ പറ്റാത്തതാണോ അതോ പാടാൻ പറ്റുന്നതാണോ എന്ന് അറിയണം. അതായത് മൗനം തീരില്ലേ, മൗനം അവിടെ മൗനം ഒരു ചെറിയ ഒരു സംഗതി കൂടെ ഉണ്ട് മോളെ. മൗനം തീരിൽ ഇങ്ങനെയാണ് പാടുന്നത്. അതാണ് സാറ് പറഞ്ഞത്. വിരൽ പരിശ നീ നീ വിരൽ കൊണ്ട് വരുന്ന സംഗതി. അപ്പൊ അത് തൊണ്ടയില് തൊണ്ട പരിശ. ജഗദോദ്ധാരണ ഓടിസിതൾ യശോദ, ജഗദോ ഉദ്ധാരണ ആടിസിതൾ യശോദ. ആ ഒരൊറ്റ സംഗതിയിൽ എല്ലാരും എല്ലാം തീർന്നു. സൈലൻസ് ആയി കളഞ്ഞു എല്ലാരും. അതെ, ഓക്കേ. വാദിപ്രതിയായ പോലെ ജഡ്ജിയാൻ വന്നിരിക്കുന്നു. അതെ, നമ്മളെല്ലാരും പാടും ശ്വാസം മുട്ടി. അല്ല, ഇടയ്ക്ക് ഇതൊരു രസം വേണല്ലോ. അതെ, പിന്നെ തീർച്ചയായിട്ടും. ഇനി നമുക്ക് മാർക്സ് എത്രയാണെന്ന് കൂടെ അറിയണം. ആര്യക്കുട്ടി, ഞാൻ പറയും കഴിഞ്ഞ പ്രാവശ്യം ആരാ പറഞ്ഞേ? ശരി, ഞാൻ പറഞ്ഞു ഞാൻ ആര്യയുടെ മാർക്ക് പറയില്ല. ഞാനിപ്പോ വാദിപ്രതിയായി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടി പറയാം. ബിനി ചേച്ചിക്കും രഞ്ജിനി ജോസ് ചേച്ചിക്കും പിന്നെ ജോസ് ചേച്ചി ഡാഡി അവിടെ ഇരുന്ന് തുമ്മുന്നുണ്ടോ, നമ്മുടെ ഗ്രൂമേഴ്സിനും 100 out of 100. ഓ, നമ്മുടെ മാർക്ക്. ശരി ശരി ശരി, മനസ്സിലായില്ലേ? അതെ, ആർക്കും കൂടെ വിശ്വസിക്കാൻ പറ്റില്ല. മറന്നുപോയോ? നീ ഇത്ര നേരം ഇരുന്ന് ഗിറ്റാർ വായിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ വാദിപ്രതിയായി. ഇത് ഞാൻ പറഞ്ഞ മാർക്കല്ല, ഞാൻ ആര്യക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് മാർക്ക്. ആരുടെ മനസ്സിലുണ്ടായിരുന്ന ഞങ്ങൾക്ക് മനസ്സിലായി. കറക്റ്റ് അല്ലേ? ഞങ്ങൾക്ക് മനസ്സിലായി. ആര്യയുടെ മനസ്സിലുള്ള നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കേൾക്കാൻ നിൽക്കണോ? ആര്യയുടെ മനസ്സിലുള്ള മാർക്ക് നമ്മൾ അറിഞ്ഞു. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ആര്യക്കുള്ള മാർക്ക് കൂടി അറിഞ്ഞു. കുഞ്ഞിന്റെ മാർക്ക് 92. ആര്യ 92 മാർക്സ് ആണ് നമ്മുടെ ഈ സ്റ്റേജിലെ ആദ്യത്തെ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത്. അതെ, റൊമാൻറ്റിക് വൈബ്സ് ലഭിച്ചിരിക്കുന്നത്. നമുക്കിനി ഒരു റൗണ്ട് കൂടെ ബാക്കിയുണ്ട്. റൗണ്ടിന്റെ പേരെന്താണ് ഒന്ന് പറഞ്ഞു, അത് പറഞ്ഞിട്ട് വിടുള്ളൂ. നേരത്തെ ഞാൻ റൗണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോ തുടക്കത്തില് റൊമാൻസ് ഒക്കെ വന്നോ എന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല. ഹലോ, മാലപ്പുറത്തേക്ക് ഞാൻ പവർ ബീറ്റ്സ്. പവർ ബീറ്റ് മറന്നുപോയിട്ട് ചോദിച്ചതല്ലേ? സത്യം പറയും. അല്ല. ഓക്കെ, അപ്പൊ പവർ ബീറ്റ്സിൽ നന്നായി പെർഫോം ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഡെയ്ൻ, നമുക്കിനി ഒന്ന് പ്രണയിച്ചാലോ? വേണ്ട. തന്റെ കൂടെ അല്ലടോ, അതായത് നമുക്ക് എല്ലാവർക്കും ആ പ്രണയം ഒന്ന് ഫീൽ ചെയ്താലോ ഒന്ന്. ഓക്കെ, അതായത് ഇനി അടുത്തത് ഡെയിന്റെ ഭാഷയിൽ പറഞ്ഞ ലവ് ബൈറ്റ്സ്. ഞാനിത് പറഞ്ഞോണ്ടിരിക്കുന്നു ചേച്ചിയോട്. അതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ബീറ്റ്സും റൊമാൻസും കൂടി മിക്സ് ആയി പോയതാ. പോയി. ഓക്കെ, നമ്മുടെ റൊമാൻറ്റിക് വൈബ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് എത്തുന്നു അർച്ചന.
നമ്മുടെ റൊമാൻറ്റിക് വൈബ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു ആ പാട്ടിന്റെ ഇടയ്ക്ക് ഒരു മുഖം ഞാൻ നോക്കി നിന്നേ പോയതൊക്കെ പറഞ്ഞപ്പം ഹസ്ബൻഡിനെ ഓട്ടക്കണ്ടൊക്കെ ഇവിടുന്ന് നോക്കുന്നുണ്ട്. അല്ല, അത് എനിക്ക് തോന്നണത് റൊമാൻറ്റിക് ആയതുകൊണ്ടല്ല, അവിടെ എന്തോ കയ്യിന്ന് പോയി കഴിഞ്ഞിട്ട് ഞങ്ങള് നോക്കാൻ വയ്യ. അപ്പൊ ആദ്യം ഞാനും അതെ, നമ്മളെന്തെങ്കിലും പാടി കഴിയുമ്പോ ആദ്യം അമ്മ അച്ഛനെ നോക്കാം എന്തായി അതിനു വേണ്ടി നോക്കിയപ്പോ ആളിവിടുന്ന് ഒരു ചിരി. ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നു. എനിക്കത് എന്തെങ്കിലും സ്റ്റേജിൽ പോയാൽ ഡാഡി എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഡാഡിനും ആങ്കർ പോലെയാണ് ഏത്. എവിടെന്നെങ്കിലും പോയി കഴിയുമ്പോ ഒരാളെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന്, അതാണ് അദ്ദേഹം. അതല്ലേ നടന്നത്? സത്യമായിട്ട് അതല്ലേ നടന്നത്? അതേന്ന് നമ്മുടെ കോറസ് ഈ ഫ്ലോറിൽ ഒരു സെക്കൻഡ്, യെസ് ഇപ്പോഴല്ലേ കാണുന്നവരെ? അതെ അതെ. ഞാൻ ഇവരതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അയ്യേ ചമ്മി പോയി സാർ എവിടെ നിന്ന് കണ്ടു? ഞങ്ങളിവിടെ വേറൊരു അടിപൊളി പ്രോഗ്രാം ഒക്കെ തുടങ്ങി വെച്ചതാ. എനിക്കറിയാം. പറയൂ. വോയിസ് ഓഫ് യെസ്, വോയിസ് ഓഫ് കേരള. വോയിസ് ഓഫ് കേരളയിലെ അല്ലേ മത്സരാർത്ഥികളായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടി നമ്മുടെ മ്യൂസിക്കൽ വൈബ്സിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോ ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. ഡെയിൻ നേരത്തെ ഇങ്ങനെ പറയായിരുന്നു ഇത്രയും പെൺകുട്ടികളുള്ളടുത്ത് 3 ആമ്പിള്ളാരെ കണ്ടപ്പോ സന്തോഷായി. സത്യം സത്യം. അത് ചുമ്മാ പറയണത്. ഒരാള് മതി എന്ന് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കണ ആളല്ലേ. ഇത്രയും പെൺപിള്ളേരുടെ നടുക്ക് ഞാൻ ഒരാള് മതി. അതെ, ഇത് ഇടയ്ക്കിടയ്ക്ക് കോറസ് പാടാൻ വരുന്ന എന്റെ ഒരു പെൺപിള്ളേര് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അവരുടെ ഹസ്ബൻഡ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാനില്ല അവരെ. ശരിയാ ശരിയാ. അപ്പൊ ഇത് ഷിബു ചക്രവർത്തി അതിമനോഹരമായിട്ട് എഴുതിയ ഒരു പാട്ടാണ്. പിന്നെ കാറ്റിതെങ്ങ് പോയി എന്ന് പറയുന്ന വാക്ക് മാത്രം ഷിബു മാറ്റി എഴുതേണ്ടതായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. കാരണം കാറ്റ് പോയിട്ടില്ല, ഭയങ്കര കാറ്റാ വരുന്നത്. ഇത് തമാശയല്ല, ഇത് കാര്യമാണ്. കാറ്റ് നമ്മൾ കുറയ്ക്കണം ശബ്ദത്തില്. കാറ്റിതെങ്ങ് പോയി എന്ന് പറഞ്ഞാൽ കാറ്റിതെങ്ങ് പോയി, അതങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞു മാത്രം ജനറലി ഒരുപാട് പേർക്ക് വരുന്നുണ്ട് ആ പ്രശ്നം. പിന്നെ ഇവരെ ഈ ഒരു ഓർക്കസ്ട്രയ്ക്ക് ഹാറ്റ്സ് ഓഫ് ടു യു ഓൾ. കാരണം ഇത് വിത്ത് സം സപ്പോർട്ട് ഇത് റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, വേണമെങ്കിൽ ഇതിൻ്റെ മൈനസ് ട്രാക്ക് പുല്ല് പോലെ ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ അതില്ലാതെ അതിനെ അങ്ങോട്ട് മാനേജ് ചെയ്ത് അതിൽ ലൈവ് ആഡ് ചെയ്ത് കോറസ് പാടി ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ഇവിടെ നമ്മുടെ ഫ്ലവേഴ്സിൽ കാര്യങ്ങൾ നടത്തുന്നത്. അതൊക്കെ അറിയുന്നത് വളരെ സന്തോഷമാണ്. അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് വെറുതെ അഭിനയിച്ചിട്ടിരിക്കുകയല്ലോ, അല്ലല്ലോ. ദേ ആർ ഡൂയിങ് ദെയർ ലെവൽ ബെസ്റ്റ്. പിന്നെ വിനീത്, ശ്വേത, അവർ രണ്ടുപേരും മത്സരിച്ച് പാടിയ പാട്ടാണ് ഇത്. ആദ്യം വിനീത് പാടിപ്പോയി, പിന്നീട് ശ്വേത വന്നപ്പോൾ അതിനെ എവിടേക്ക് എന്തെങ്കിലുമൊക്കെ സംഗതി മാറ്റിപ്പാടി അതിനെ മാക്സിമം അങ്ങോട്ട് ഞെട്ടിക്കാന്ന് വിചാരിച്ച് പാടി. പിന്നീട് വിനീതിന് വന്ന് പാടാൻ പറ്റിയിട്ടില്ല, സമയമില്ല, അപ്പോഴേക്കും അഭിനയിക്കാൻ പോയി. പക്ഷെ അങ്ങനെ മാറ്റി അതായത് ഒരുപാട് സംഗതികൾ പാടിയതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടാണ് ഒരു മുഖം എന്നൊക്കെ വരുന്നതിൽ. ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു സംഗതികൾ നമ്മളൊരു ആർട്ടിസ്റ്റ്, പിന്നീട് അവർ ദേ സിംഗ് ഇറ്റ് വെരി പെർഫെക്റ്റ്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ചില സംഭവങ്ങളുണ്ട്. പിന്നെ ഈ പാട്ട് എനിക്ക് തോന്നുന്നത് വിനീത് എനിക്ക് ആദ്യമായിട്ട് പാടിയതാണ്, വിനീത് ശ്രീനിവാസൻ. അപ്പോൾ പാടി തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഞാൻ അന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ശ്രീനിവാസൻ്റെ മകൻ വിനീത് ഒരു അഭിനയിക്കുന്ന രൂപത്തിൽ വരുന്ന പാട്ടൊക്കെ ഇങ്ങനെ പാടുമെന്നാണ് എനിക്ക് യാതൊരു ധാരണയില്ല. ആരോ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്യാൻ, നല്ല ശബ്ദം ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു, ട്രൈ ചെയ്തു. പാട്ട് പാടി കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ ശ്രീനിവാസനെ വിളിച്ചിട്ട് വിനീതിൻ്റെ അച്ഛനാണല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് അത് അപ്പം തന്നെ മനസ്സിലായി. അല്ല, ഞാൻ പറയാണ്, ഇതൊക്കെ ഒരു ഓർമ്മ വന്നപ്പോൾ ഞാൻ ഷെയർ ചെയ്തത് മാത്രം. പാട്ടിനെ കുറിച്ച് കൂടുതൽ ശ്രുതികളുടെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ തിനവയലിൽ നിന്ന് തുടങ്ങുമ്പോഴൊക്കെ നമുക്ക് വളരെ സിമ്പിളാണ്, അവിടെ ബുദ്ധിമുട്ടില്ല. തിനവയൽ തിനവയൽ അത് ആ ശ്രുതിയിൽ തന്നെ പാടാം. കുറച്ച് ഹൈപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു അല്ലേ, കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. തിന അതാ താന്നുള്ള ശ്രുതിയിലേക്ക് നമ്മൾ എത്തണം. തിനവയൽ തരരാ തരരാ അതൊക്കെ അവിടെ എത്തണം. അതും ആ നോട്ടിലേക്ക് എത്തണം. അതൊക്കെ എത്തുമ്പോഴാണ് ആ പാട്ട് കേൾക്കാൻ കൂടുതൽ സ്വീറ്റ് ആവുക. പക്ഷേ അർച്ചന ഈ പാട്ട് നന്നായിട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. യു ഹാവ് പുട്ട് ഇറ്റ് ഫ്രം യുവർ ഹാർട്ട്, അത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാവം ചില സമയത്ത് കൂടുമ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് വന്നു പോകും. ഇവിടെ എന്തെന്നാ പറയുക, അടപ്പ് വരും.
നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടു പോകും. നമ്മളിപ്പോൾ കരയുന്ന നേരത്ത് കണ്ടിട്ടില്ലേ, കരയുന്ന നേരത്ത് ചില നേരത്ത് ശബ്ദം പുറത്തേക്ക് വരില്ല എന്ന് പറയുന്ന പോലെ ഓവർ എക്സ്പ്രഷൻ നമുക്ക് കൊടുക്കാം, പക്ഷേ നമ്മൾ കൺട്രോൾ വിട്ട് പോകരുത്. ജസ്റ്റ് സിംഗ് ദാറ്റ്. ഒരു മുഴം തൊട്ട് പാടും. ഒരു മുഴം പൂഞ്ചേല വാങ്ങാൻ പോയി. ആഹാ, നന്നായിട്ട് സ്വേദയും പാടിയിട്ടുള്ള പോർഷനാണ് അത്. അങ്ങനത്തെ ചില സംഗതികളൊക്കെ അവിടെ ഇവിടെയൊക്കെ പാട്ട് പാടുമ്പോൾ അതിൽ എയറി സൗണ്ട് കാറ്റ് കൊടുക്കുന്നതും നമ്മൾ ആ ഭാവത്തിന് വേണ്ടി കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മളത് എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ മോള് നിറയെ തവണ അത് കൊടുക്കുന്നത് പോലെ തോന്നി. അപ്പൊ എന്തെന്ന് വെച്ചാൽ നമ്മളുടെ ശക്തി മുഴുവൻ ആ പോകും. പിന്നെ അതിന്റെ എൻഡ് ആകുമ്പോഴത്തേക്കും ബ്രീത്ത് മുട്ടും. അത് എയർ ഫസ്റ്റ് നിൽക്കുക എന്നുള്ളൊരു. ഇപ്പൊ ഞാൻ നോട്ട് ഓൺലി ദിസ് സോങ് മോള് ഇനി അടുത്തത് പാടുമ്പോഴത്തേക്കും നമ്മുടെ ആ എയറി കൊടുക്കേണ്ട സ്ഥലമുണ്ട്, അതിങ്ങനെ ഒതുക്കി കൊടുക്കേണ്ടതും ഭാവം കൊടുക്കേണ്ട സ്ഥലത്ത് അത് കൊടുത്താൽ. ഇല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു കാറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്തെന്ന് വെച്ചാൽ നമ്മൾക്ക് ലാസ്റ്റ് എത്തുമ്പോൾ ശ്വാസം മുട്ടും, ആ ലൈൻ ഫുള്ളാക്കാൻ പറ്റില്ല, എനർജിയും പോകും. അർച്ചനയ്ക്ക് അത് മനസ്സിലായോ? മനസ്സിലായി. അതെങ്ങനെ ഞങ്ങളെ മനസ്സിലാക്കി തരാ? ഒന്ന് അതെ, അത് 2 ലൈൻ ഒന്ന് പാടിയ. ഒട്ടും എയർ വേണ്ട. ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ കാട്ടു ചെമ്പകച്ചോട്ടിൽ നിന്ന് കാറ്റിതെങ്ങ് പോയി, പൂങ്കാറ്റിതെങ്ങ് പോയി. ഇറ്റ്സ് ബെറ്റർ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഹെർ വോയിസ് ഹാസ് ഗോട്ട് സം ഹസ്കി വോയിസ് ഉണ്ട് ചിലർക്ക്. അതിന്റെയും കൂടിയാണ്. കാരണം ഇത് പാടിയ ശ്വേതയ്ക്ക് അങ്ങനെ ഹസ്കി വോയിസ് ആയിട്ടല്ല പാടിയിരിക്കുന്നത്. വേണമെന്ന് വിചാരിച്ച് ചില പാട്ടുകൾക്ക് ഹസ്കി പാടും, പക്ഷെ അല്ലെങ്കിൽ ഇല്ല. ബട്ട് ഐ തിങ്ക് സംസാരിക്കുമ്പോൾ അത്ര ഹസ്കി തോന്നുന്നില്ല എനിക്ക്. അതേസമയം അതെന്താ, അത് ഭാവം കൊടുക്കുമ്പോ വരുന്നതാണോ ഹസ്കി? സാറേ എല്ലാരെയും പറഞ്ഞു എന്തൊരു വണ്ടർഫുൾ മ്യൂസിക്. എന്റെ ദൈവമേ മതി, എനിക്ക് വയ്യ. സാറിന് എന്താ, നമുക്കത് കേൾക്കുമ്പോഴേ നമ്മളങ്ങ് ഒരുങ്ങി പോവാണ്. അതിൻ്റെയാണ് നമുക്ക് അയ്യോ അത് കേൾക്കണം. ആ ലിറിക്സും ചില നേരം ഈ കാറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ ലിറിക്സിന്റെ ഭംഗിയൊക്കെ അതിലൊന്നും മുങ്ങിപ്പോവും. ആ സംഗീതം അതിന്റെ കൂടെ ചേർന്നേ അതിങ്ങനെ വരുമ്പോ. അതുകൊണ്ട് മോള് അതൊന്ന് ശ്രദ്ധിച്ചോട്ടെ. എനിക്ക് തോന്നിയത് അനുപല്ലവിയും ചരണവും ഒക്കെ കുറച്ച് ശ്രുതിയുടെ പ്രോബ്ലം, എസ്പെഷ്യലി ചരണം നിറയെ ഇടത്തിൽ കുറച്ച് പോയിട്ടുണ്ട്. പക്ഷേ മോൾക്ക് ഭാവമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നന്നായിട്ട് പാടാൻ പറ്റും. അതുകൊണ്ടാട്ടോ പറഞ്ഞത്. ഇതില് ആദ്യം ഞാൻ പറയുന്ന സാറിന്റെ ഇതിനെ പറ്റിയാണ്. സാറിന്റെ ഈ പാട്ട് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂആൻസസ് ഉള്ള ഇതാണ്. ഏത് മ്യൂസിഷ്യൻസിന്റെ ഭാഗത്ത് പാട്ട് ഓബ്വിയസ്ലി ഉണ്ട്, പക്ഷെ ഇതിൽ പെട്ടെന്ന് ചേഞ്ച് ആവും. എനിക്ക് തോന്നുന്നത് റഹ്മാൻ സാറിന്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഉള്ളൊരു ഷിഫ്റ്റാണ് ഓരോന്നും. ഫസ്റ്റ് BGM, സെക്കൻഡ് BGM. ഞാൻ സാറിനോട് ചോദിക്കുമായിരുന്നു, റഹ്മാൻ സാറിന്റെ പാട്ടുകൾ കേട്ടിട്ടായിരിക്കും തോന്നുന്നത്. കാരണം സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. ഇപ്പൊ റഹ്മാൻ സാറൊക്കെ സാറിന് വേണ്ടി ഒരുപാട് പ്ലേ ചെയ്യാൻ വന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ശരിക്കും അതിന്റെ ഒരു എസ്പെഷ്യലി സെക്കൻഡ് BGMലെ ആ വയലിൻ പോർഷൻ ഒക്കെ വന്നപ്പോൾ എനിക്ക് ശരിക്കും ജോധ അക്ബറിലെ ഏതൊക്കെയോ ഒരു പീസ് എനിക്കിങ്ങനെ തോന്നി. സത്യമായിട്ടും ഇല്ലേ, നിങ്ങൾക്കും തോന്നിയില്ലേ അത്? അങ്ങനത്തെ ഒരു തമിഴ് പറയുകയാണെങ്കിൽ ബ്രഹ്മാണ്ഡமான ഒരു പാട്ട് കൊണ്ടുവന്ന് ഇവിടെ പാടാനായിട്ട് നടത്തിയിരിക്കുന്ന അതും ഡ്യുവറ്റ് സോങ് സോളോ ആയിട്ട് പാടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ശ്വേതയ്ക്ക് നമ്മൾ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഹസ്കി വോയിസ് ആണ്. അപ്പോൾ ശ്വേതയ്ക്ക് അത് നോർമലി വരുന്നുണ്ട്, തനിക്ക് നോർമലി വരുന്നുണ്ട് അർച്ചന. പക്ഷെ അതിൽ കൂടുതലാവുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാറ്റ് മാത്രമാവും. ഹസ്കി വോയിസിൽ ഇനിയും നമ്മൾ കാറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഏതൊരു ഷോയിൽ അനുരാധ ശ്രീറാം പറയുന്നത് കേട്ടു, അനുവക്ക പറഞ്ഞത് എല്ലാവർക്കും അവരുടേതായ സൗണ്ട് ഉണ്ട്. റൗണ്ടഡ് വോയിസ് ഉണ്ട്, ഹസ്കി വോയിസ് ഉണ്ട്. ഇപ്പൊ റൗണ്ടഡ് വോയിസിനെ നമ്മൾ അത് ഒരുപാട് ഹസ്കി ഒന്നും ആക്കണ്ട, അല്ലാണ്ട് തന്നെ ഭാവങ്ങൾ കൊടുക്കാൻ പറ്റും. ചിത്ര ചേച്ചിയുടെ വോയിസ് റൗണ്ടഡ് ആണ്, സുജാ ചേച്ചിയുടെ വോയിസ് ഹസ്കിയാണ്. പക്ഷെ രണ്ടുപേരുടെ ഭാവത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? പക്ഷെ ശ്വേത ആദ്യം ഞാൻ ആരാണ് ശ്വേതയെ പറ്റി പറയുന്നത്? വന്നപ്പോ ആ ഒരു ഹസ്കിനെ അത് കംപ്ലീറ്റ് അത് മാറ്റി എടുപ്പിച്ചതാണ്. കൊഞ്ചി അങ്ങ് ഇല്ലാണ്ടായോ അർച്ചന?
അപ്പൊ അത്രയും കൊഞ്ചല് വേണ്ടാന്ന് ചെയ്ത് കമ്പോസ് ചെയ്ത് സാറ് തന്നെ ഇവിടെ പറയുന്നുണ്ട് അത്രയും ആവശ്യമില്ല എന്നുള്ളത്. അപ്പൊ കുറച്ച് കുറയ്ക്കാം. യു ക്യാൻ ഗിവ് ദ എക്സ്പ്രഷൻസ് ഇവിടെ നിന്നല്ല, യു ക്യാൻ ഗിവ് ഇറ്റ് ഞാൻ ഫ്രം ദ ആക്ച്വലി ഹാർട്ട്. ഇത് എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. ഏട്ടനെ ഓർത്ത് പാടണം. പ്രണയ വിവാഹമായിരുന്നു അല്ലേ? അതെ അതെ. നമ്മുടെ റൊമാൻറ്റിക് വൈബ് റൗണ്ടിന്റെ ഉദ്ദേശം അതൊക്കെ തന്നെയാണ്. ആള് കുറച്ച് ഇങ്ങനെ കൊഞ്ചി പാടിയപ്പോ അല്ല അത് അത് ധാരാളം പാടിക്കോളൂ. അതെ. നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല മക്കളെ, ഇതെവിടെ ഒരു ഷോ കാറ്റ് മാത്രം വന്നാലും കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഇതൊരു ഷോ ആയതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും പറയണോണ്ടും പറഞ്ഞാണ്. നിങ്ങൾ തമ്മിൽ കൊഞ്ചി അങ്ങ് ശരിയാക്കിക്കോ അമ്മ, അതാണ് വേണ്ടത്. Competition ആയതുകൊണ്ട് അല്ലേ? നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചുമ്പോ നാട്ടുകാർ മുഴുവൻ കാണും. അത് വേണ്ടെന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത്. എനിക്ക് ആ മൂവിയിലെ അത് ആ പാട്ട് കേൾക്കുമ്പം ആ ദിലീപ് ഏട്ടനെ കാണുമ്പോ എനിക്ക് ഏട്ടനെ പോലെ ഫീൽ ചെയ്യും. ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ ദിലീപേട്ടൻ എന്ന ഈ സ്റ്റേജിലോട്ടൊന്ന് വിളിച്ചാലോ? ദിലീപേട്ടാ പ്ലീസ്. നമ്മുടെ ദിലീപേട്ടനെ ഒന്ന് കാണട്ടെ. ഇത് എനിക്ക് തന്നെ ട്രോള് കിട്ടുന്ന കേസാ. അപ്പൊ എല്ലാം മനസ്സിലൊക്കെ വന്ന് നിൽക്കുന്നത്. എന്ത് തോന്നുന്നു ആള് പാടിയതിനെ പറ്റി? ഭർത്താവ് പറയൂ. കുറച്ചുകൂടെ നന്നാക്കാരെന്ന് തോന്നുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. കമന്റ്സ് കേട്ടപ്പോൾ പാട്ട് എന്താ പറയുക, ഇവളുടെ ഫേവറേറ്റ് സോങ് ആണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സോങ്. കാരണം ആള് ഡെലിവറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു സോങ് പാടുന്ന ഒരു റീലെടുത്ത് ആള് സ്വന്തമായിട്ട് തന്നെ ഒരു ദിവസം ഞാൻ വെളിയിൽ പോയിട്ട് വരുമ്പോൾ സ്റ്റുഡിയോയിൽ കയറി തന്നെ റെക്കോർഡ് ചെയ്തൊരു സോങ് ആണ്. അപ്പൊ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ആള്. എന്താ പറയാ, ഒത്തിരി അത് പാടുന്നത്. ശ്യാം നന്നായിട്ട് പാടുമല്ലോ ഈ പാട്ടിന്റെ രണ്ടുപേരും. ഏട്ടൻ DJ ചെയ്യാൻ പറയാണ് ചെയ്യും. പക്ഷെ പാട്ട് പാട്ട് പാടും. അടുത്ത നമുക്ക് സ്റ്റേജിൽ നമുക്ക് പാട്ട് ഒരു DJ പാർട്ടി. കേട്ടോ. ശരി. അപ്പോഴും DJ പാട്ടല്ല, DJ പാർട്ടി. ഡെയിനാണോ ഇത് പറഞ്ഞ്? ഞാൻ നിന്റെ കൂടെ ഉണ്ടോ DJ പാർട്ടി? അതാ അവര് DJ പാർട്ടി മാത്രമേ അറിയുള്ളൂ. വിവരക്കേടിന്റെ പ്രശ്നമാണ്. നിങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ, അവൻ തെറ്റിച്ച് പറഞ്ഞതാണ്. അർച്ചന, നമുക്ക് മാർക്സ് അറിയാം. അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ? നിങ്ങൾ വേണമെങ്കിൽ മാർക്സ് ഒക്കെ വേണമെങ്കിൽ കൂട്ടിക്കോളൂ. ചെറിയൊരു നമ്മൾ നേരത്തെ പറഞ്ഞു റൊമാൻറ്റിക് വൈബ് എന്ന് പറയുന്ന റൗണ്ടാണ്. അപ്പൊ ഈ റൗണ്ടിൽ നമ്മൾ റൊമാൻറ്റിക് പാട്ട് മാത്രമല്ല, നിങ്ങളുടെ റൊമാൻറ്റിക് സ്റ്റോറി കേൾക്കാനും നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. അതെ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? അർച്ചന എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ കാണുന്നത്? എപ്പോഴായിരുന്നു ആ എന്താ പറയാ ആദ്യ കാഴ്ച? അതെ, ഞാൻ ചെറുതിലെ ഏട്ടനെ കണ്ടിട്ടുണ്ട് ഒരു പ്രോഗ്രാമിന് 8th പഠിക്കുമ്പോ. അപ്പം അത് അന്ന് കോണ്ടാക്ട് ഒന്നും എന്നോട് വന്ന് സംസാരിച്ച പോലും ഇല്ല. പിന്നീട് ഒരു പ്രോഗ്രാമിന്, ഒരു ദുബായ് പ്രോഗ്രാമിന് ആളെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സത്യത്തിൽ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി നോക്കിയിരിക്കുന്ന സമയമായിരുന്നു. അപ്പത്തേക്കിന് ആൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ അങ്ങനെ സംസാരിച്ച ഇടയ്ക്ക് വീട്ടിലൊക്കെ വന്നു. അങ്ങനെ ഇഷ്ടമായി. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അങ്ങനെ ഇഷ്ടമായെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സമയം ആള് ക്യാമ്പിലാണ്. അപ്പം ഫ്രണ്ട്സ് എന്താ NCCയുടെ ക്യാമ്പ് നടക്കുക. അപ്പൊ ക്യാമ്പിൽ നിൽക്കുമ്പം ഫ്രണ്ട്സിന്റെ അടുത്ത് വരുന്നത് ആ കോഴി ഫോൺ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞപ്പോ ദിലീപേട്ടൻ, കല്യാണത്തിന് മുമ്പ് ഇടയ്ക്ക് വിളിക്കുവേ, ശല്യം പോലെ വിളിക്കുമായിരുന്നു. ലാസ്റ്റ് നമ്മളൊരു ഷോ എടുത്തു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം എന്നും വൈകിട്ട് ഒരേ കാര്യം പറയാനായിട്ട് വിളിക്കും. അപ്പൊ ഞാൻ ഇന്ന് എന്ത് കാര്യമാണത്? ഐ ലവ് യു. ഷോ നന്നാണല്ലോ. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഞാനിതേപോലെ ഷോ നന്നാവും പലരും വിളിച്ചിട്ട്. എനിക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ വീട്ടുകാരറിഞ്ഞപ്പോ എന്താണ് പ്രതികരണം? റിലേഷൻഷിപ്പിലാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെങ്കിൽ ഇങ്ങനെ വരുമ്പോ അച്ഛക്കും ഒക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താ അവനിങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ വരുന്നേന്നൊക്കെ. അപ്പൊ വിളിക്കുമ്പോഴേ ഭയങ്കര ഹസ്കിയായിട്ട് ഹലോ അർച്ചന. കാരണം മനസ്സിലായി ഇപ്പൊ ഹസ്കിയുടെ പ്രോഗ്രാമിന്റെ കാര്യം പറയാനാണല്ലോ ഹലോ അർച്ചന. പക്ഷെ എനിക്ക് ആളുടെ ടോണും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ സംസാരിച്ച് എനിക്ക് വയ്യ. ജീവിതമേ ഒരു ഹസ്കി യാത്രയായി. ഇപ്പൊ ഹസ്കി സോങ്സ് ഹസ്ബൻഡിന് വേണ്ടി പാടി കൊടുക്കുന്നു അല്ലേ? വീട്ടിലൊരു സൈബീരിയൻ ഹസ്കിയും കൂടെ വാങ്ങിച്ച കറക്റ്റ്. ഞാൻ പറയാൻ വരെ. അപ്പൊ നമുക്ക് എന്തായാലും മാർക്സ് അറിയാം.
ഓക്കെ. 10 എത്രയാണെന്നുള്ളത് ജഡ്ജസിനെ അറിയിച്ചു കഴിഞ്ഞു. ഇനി ജഡ്ജസിന്റെ മാർക്കും കൂടെ എത്രയാണെന്നുള്ളത് നമുക്കറിയാം. ഞാൻ പറയാം. രഞ്ജനി ചേച്ചി പറഞ്ഞോ. അർച്ചന 100-ൽ 91. നൂറിൽ 91 മാർക്കാണ് ഈ സ്റ്റേജിലെ ആദ്യത്തെ റൗണ്ടിൽ അർച്ചനയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. നല്ല സ്കോറാണ്. അടുത്ത റൗണ്ടിൽ ഇതിൽ കൂടുതൽ വാങ്ങണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ മത്സരം തുടരാം അല്ലേ? മത്സരം തുടരാം. ഇനി അടുത്തത് പവർ ബീറ്റ്സ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു അർഷിത. വാനത്തിലെ എരിയതൊരു വട്ടവിളക്ക്, അത് വണങ്ങിടവേ ഏത്തി വച്ചോ കുത്തുവിളക്ക്. சந்திரன் நமக்கு தெய்வமடி, அது கும்பிட்டு கும்பிட்டு கும்மியடி.
എന്റെ കുപ്പുസ്വാമി പവർ പാക്ക് കുപ്പുസ്വാമിയാണോ സുജാത മോഹനാണോ KJ യേശുദാസ് ആണോ എനിക്ക് കൂടുതൽ കുപ്പുസ്വാമിനെയാണ് എനിക്ക് ബിക്കോസ് പുഷ്പവനം കുപ്പുസ്വാമി കുപ്പുസ്വാമി അത് ഫസ്റ്റ് ഭയങ്കര- പാട്ടാണ്. ആ ഫസ്റ്റ് ആസ് എ പ്ലേബാക്ക് സിംഗർ. ആണല്ലേ ഫസ്റ്റ് വിദ്യാസാഗർ സാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് അടിപൊളി. ഇന്നും അദ്ദേഹം ഇത് ഭയങ്കര ഇതായിട്ട് സ്റ്റേജിൽ പാടിക്കൊണ്ടിരിപ്പുണ്ട്. അടിപൊളി. ബിനി ചേച്ചി തോട്ടങ്ങിക്കോ? എന്താ പറയേണ്ടത്? സത്യം പറഞ്ഞാല് ഞാനിതാ ഒരത് നന്നായി ഒരു സംഗതി മറ്റേ ആ സംഗതി ഇത് ഇത്രയും ഒരു ത്രോ ഉള്ള എറിഞ്ഞ് പാടേണ്ട ഒരു പാട്ടാണെങ്കിൽ കൂടെ അതിന്റെ ഇടയ്ക്ക് നടുക്ക് ഇങ്ങനത്തെ സംഗതികളൊക്കെ അതൊക്കെ വരണുണ്ടോ നോക്കി എല്ലാം ക്ലിയർ ആയിട്ട് എടുത്തു. പുഷ്പവനം കുപ്പുസ്വാമി സാർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വലിയ മനുഷ്യനാട്ടോ. തമിഴ്നാട്ടിലെ അദ്ദേഹം ഇങ്ങനെ ഇപ്പൊ സാറേ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 100 പാട്ടുണ്ടാക്കും അദ്ദേഹം. ഫോക്ക് മ്യൂസിക്കിന്റെ രാജാവാണ് പുഷ്പവനം കുപ്പുസ്വാമി സാർ. നിമിഷ കവി എന്ന് പറയുന്നത് നിമിഷ കവി നിമിഷ ട്യൂൺ എല്ലാം നിമിഷത്തിലാണ് അദ്ദേഹം ഒരാളുടെ ഒരു കുട്ടി പാടിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ കുറിച്ചുള്ള ഈ നമ്മളിപ്പോ പറയത്തില്ല അഭിപ്രായങ്ങൾ പാട്ടിക്കൂടെയാണ് പറയണത്. അത്രയ്ക്കൊരു വലിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. സോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത്ര ത്രോയുള്ള ഭയങ്കര അങ്ങനത്തെ ഒരു പ്രത്യേക ഫോക്ക് മ്യൂസിക് പാടുന്ന ഒരു ഇതാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ എടുത്ത് ഇത് ഒരു കോമ്പറ്റീഷൻ. ഇപ്പൊ രഞ്ജിനി പറഞ്ഞു, രഞ്ജിനി എപ്പോഴും ഇത് സ്റ്റേജിൽ പാടുന്ന പാട്ട് എത്ര പാടിയോ? ഓ സ്റ്റേജിൽ സ്ഥിരം പാട്ടാണിത്. ആണല്ലേ? മമ്മൂക്കാടെ പാട്ട് എന്ന് പറയുമ്പോ ഈ പാട്ടാണ് ആദ്യം പാടും. അർഷിത പാടിയയില് കുപ്പുസ്വാമി സാറിന്റെ ഇത് പാടി, ദാസ് സാറിന്റെ പാടി, സുജാ ചേച്ചിയുടെ പാടി. സ്റ്റേജിൽ എനിക്ക് സുജാ ചേച്ചിയുടെ മാത്രം പാടിയാൽ മതിയല്ലോ, മറ്റേത് രണ്ടും പാടാൻ ആളുണ്ടല്ലോ. എന്നിട്ട് ഈ 3 പേര് പാടിയ പാട്ടി കുട്ടി ഇത്രയും പാടി. ഇപ്പൊ എവിടെയെങ്കിലും ഒന്ന് ബ്രീത്തിങ് എന്തെങ്കിലുമൊക്കെ നമ്മൾ നോക്കി. പക്ഷെ അതല്ലാതെ അതിന്റെ ഇടയ്ക്ക് ഒരു സുന്ദരമായ സ്റ്റെപ്സ്, ഡാൻസ് വേറെ. അപ്പൊ ശരിക്കും ഒന്ന് പേടിച്ചുട്ടോ. പക്ഷേ ഞാൻ ഓർത്ത് എന്തിനാണ് ഈ സാരി പൊക്കി പിടിക്കുന്നതെന്ന്. വെള്ളപ്പൊക്കം വല്ലോ. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ അർഷിത? നല്ല ഗ്രേസ് ആയിരുന്നു കേട്ടോ ചെയ്തത്. പിന്നെ ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാം. കാരണം ആ പാട്ടിന് എന്തൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമല്ല, എന്നെ കളിക്കാൻ പറ്റാന്നോ ഡാൻസും എല്ലാം പാടി. ലാസ്റ്റ് മേലെ ആ ഒരു പോർഷൻ അത് പാടുമോന്ന് നോക്കി, പക്ഷെ അതും ലാസ്റ്റ് വിടാതെ അതും പാടി നിർത്തി. സാറും ബാക്കിയൊന്നും പറയാനില്ല. എന്താണ് പറയേണ്ടത്? എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടാലല്ലേ പറയാ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഒരു സാരിയൊക്കെ എടുത്തിട്ട് ഇത്ര മനോഹരമായിട്ടുള്ള ഡാൻസ്. അതായത് ഞാൻ ഇതിപ്പോ നിങ്ങളെ കുറ്റം പറയല്ല കേട്ടോ. ആരെ? മീനാക്ഷിനെ ഞാൻ കുറ്റം പറയില്ല. മീനാക്ഷി ഡാൻസ് ചെയ്തത് നല്ല ഒരു ഡാൻസ് ചെയ്യുന്ന പോലെ പറഞ്ഞു വരുന്നത്. പക്ഷേ അർഷിതയുടെ ഡാൻസ് ക്വൈറ്റ് നാച്ചുറൽ. എന്ത് ഇമോഷൻ, അതിന് ഭാവം ഉണ്ടായിരുന്നു ആ ഡാൻസില്. ഓരോ ഫിസിക്കലി ആ ബോഡി മൂവ്മെന്റില് വി ക്യാൻ ഫീൽ ദ എക്സ്പ്രഷൻസ്. അത് എല്ലാ പാട്ടും ഇതേമാതിരി ഇഷ്ടപ്പെട്ട് പാടി കഴിഞ്ഞ ഇതേമാതിരി ഞങ്ങൾ പറയും. എല്ലാ പാട്ടും എല്ലാവരും ഇതേപോലെ ഇഷ്ടപ്പെട്ടിട്ട് പാടും. അതാണ് അതിന്റെ ഒരു ശരി. വേറെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. പിന്നെ ഡെയിൻ, യെസ്, ഡെയിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു തന്നെ. ഞാൻ ആദ്യമായിട്ട് ഒരിക്കലെങ്കിലും പറയാനുള്ള അവസരം തന്നില്ലേ? പക്ഷെ സാറേ മീനാക്ഷിയെ കുറിച്ച് ഒരു കാര്യം പറയണം. ഈ മനോധർമ്മം പാടുന്ന പോലെ മീനാക്ഷി മനോധർമ്മം ഡാൻസ് ആണ് ഇവിടെ കളിക്കുന്നത്. മീനാക്ഷി ഒരു മനോധർമ്മം എന്ന് പറഞ്ഞ സാധനല്ലേ, അതുകൊണ്ടല്ലേ. എന്താ മനോധർമ്മം ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. അത് മനസ്സിലുള്ള ധർമ്മം. ആ ലിറിക്സിനനുസരിച്ച് ആ മയിലൊക്കെ പറഞ്ഞപ്പോ അവള് നല്ല മയിലൊക്കെ അല്ലേ, കഴിവുണ്ടായി പോയില്ലേ, എന്ത് ചെയ്യാനാ. ഇതൊക്കെ എന്ത് ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു ബിന്നി ചേച്ചി, രഞ്ജിനി ചേച്ചി. മിനിഞ്ഞാന്നും കൂടെ പാടി പാട്ടാണ്. മിനിഞ്ഞാന്നും കൂടെ പാടി പാട്ട് എല്ലാ സ്റ്റേജിലും. ഇത് ഇവിടെ തന്നെ ഇപ്പൊ ഷോയിന് വരുന്ന കുറെ പേരുണ്ടല്ലോ ജോമി, നമ്മളൊക്കെ ഇത് എപ്പോഴും വായിക്കണല്ലേ ഈ പാട്ട് സ്ഥിരം. അതിൽ പക്ഷെ ഈ പറഞ്ഞ പോലെ 3 പേരും 3 സ്റ്റൈലിലാണ് പാടിയിരിക്കുന്നത്. ഇത് 3 സ്റ്റൈലും ഒന്നിച്ച് ഇൻകോപ്പറേറ്റ് ചെയ്ത് ഹർഷിത പാടി. അതിന്റെ കൂട്ടത്തിൽ ചുവട് വെച്ചു, അതിന്റെ കൂട്ടത്തിൽ ബാക്കി 2 പേരെയും കൊണ്ടുവന്നു. ഞങ്ങൾ എല്ലാരും ചുവട് വെപ്പിച്ചു, മേളമാക്കി. ഇവിടെ താളമേള തരംഗമായിരുന്നു, ഒന്നും പറയാനില്ല. എസ്പെഷ്യലി കുപ്പുസ്വാമി സാറിന്റെ അവിടെ പാടുന്നത്, എസ്പെഷ്യലി ഒരു ഫീമെയിലിന് പിച്ച് സെയിം പിച്ചാണ് പാടിയത്. കുറച്ചു അതാണ് കാരണം ഞാൻ വിചാരിച്ചു അത് നല്ല ഹൈ ആണല്ലോ എന്ന്. നന്നായി, ഗുഡ് ഡിസിഷൻ.
അവിടെ ആ ശ്രുതി കുറച്ചത് കൊണ്ട് അനായാസമായിട്ട് അത് പാടി അസലായിട്ടുണ്ട് കേട്ടോ. ഇത് വേറൊരു ഹർഷിതയുടെ വേറൊരു രൂപമാണ് ഈ കണ്ടത്. വെരി വെരി ഹാപ്പി. ഇങ്ങനെ പല പല സൈഡ്സ് കാണണം. അതാണ് സാർ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകൾ എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ഇതുപോലെ ഇൻവോൾവ് ചെയ്ത് പാടാൻ പറ്റും. അപ്പൊ നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്നതല്ല, നിങ്ങൾ ആ പാട്ട് നിങ്ങളെ ഫെമിലിയറൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ എന്നോർത്ത് പാടുമ്പോൾ ഈ പകുതി ടെൻഷൻ ഉണ്ടാവില്ല. അപ്പൊ അതാണ് ഹർഷിതയുടെ അടുത്ത് നടന്നത് അല്ലേ? സത്യം. അതാണ് അങ്ങനെ ചെയ്യുമ്പോ ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ചിലപ്പോ ഇല്ലാണ്ട് വരും. ആ സമയത്ത് ഉള്ള പാട്ടിനെ നമ്മൾ ഇഷ്ടപ്പെടുക. നമ്മൾ പുതിയ പാട്ടൊക്കെ പഠിപ്പിക്കുമ്പോ പാടിപ്പിക്കുമ്പോ ഞാൻ എല്ലാവരോടും പറയുന്നത് പാട്ടിന് ഇഷ്ടപ്പെടുക, പാട്ട് മനസ്സിലാക്ക്, അതിനുശേഷം സംഗതി ഇതൊക്കെ വേറെ. പിന്നെ ആദ്യം യു ലൈക്ക് ഇറ്റ്. ആദ്യം തന്നെ പാട്ടിന്റെ നമ്മൾ എഴുതിയെടുത്തിട്ട് ഐ ലവ് യു അത് കൈകൊണ്ട് വെറുതെ കാണിച്ചതാണ്, പക്ഷെ മനസ്സുകൊണ്ട് അതൊക്കെ ചെയ്യണം. തീർച്ചയായിട്ടും. എന്തായാലും താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ജഡ്ജ്മെന്റ് ആണ്. നല്ല അഭിപ്രായമാണ് നമ്മുടെ 3 ജഡ്ജസും പറഞ്ഞിട്ടുള്ളത്. ഇനി നല്ല മാർക്കും കൂടി കിട്ടിയ എന്തെങ്കിലും പറയണ്ടോ ഹർഷിതയ്ക്ക്? അല്ല, ഇത് നമ്മുടെ പ്രോഗ്രാം കണ്ടതിന് ശേഷം ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനങ്ങനെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരാളല്ല. എന്നാ ഞാൻ അവിടെ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഒരു ഇൻവിസിബിൾ സാന്നിധ്യമാണ് ഞാൻ. പക്ഷെ ലാസ്റ്റ് ടൈം പോയപ്പോ കുറേ ഇത്താത്ത മതി, കുറച്ച് എന്റെ ഏജ് ഉള്ളവരും കുറച്ച് ഏജ്ഡ് ആയുള്ളൂ വന്നിട്ട് ഇങ്ങനെ പ്രോഗ്രാം കണ്ടു. അടിപൊളിയായിരുന്നു. നമ്മളൊന്നും ഈ അടുക്കളേന്റെ 4 ചോര വിട്ട് പിന്നെ എങ്ങോട്ടും പോയിട്ടില്ല. നമ്മളെ കൂട്ടത്തിൽ ഒരാൾ അങ്ങനെ നിന്ന് പാടുന്ന കാണുമ്പോ ഇനി കൂടുതൽ ഞങ്ങൾക്കൊന്നും വേണ്ട. ഇതൊക്കെ ഈ പ്രായത്തിൽ നമുക്കത് പറ്റുമെന്നുള്ളൊരു തെളിവാണ്. അടുക്കളയിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഫ്ലവേഴ്സിൽ പാടാൻ പറ്റും. അതാണ് ഇപ്പൊ നമ്മൾ കാരണം മറ്റുള്ളവരുടെ മനസ്സിലുള്ള ലേബലിംഗ്. അത്രയും നമുക്ക് ചെയ്യാം. പിന്നെ പ്രൗഡായിട്ടാ പറഞ്ഞത്. അവരില്ലെങ്കിലും അവർക്ക് വേണ്ടി ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഭയങ്കര സന്തോഷാ പറഞ്ഞത്. ഒരു പവർഫുൾ ഇമ്പാക്ട് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ പാട്ടുകളിലൂടെ നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ഒരുപാട് എല്ലാ വീടുകളിലും പാട്ടുകൾ തുടങ്ങി. അതെ. നമുക്കിനി റിസൾട്ടിലേക്ക് അറിയാം. മാർക്സ് അറിയണം. നമ്മുടെ ഗ്രൂമേഴ്സിന്റെ മാർക്സ് എത്രയാണെന്നുള്ളത് ജഡ്ജസിനെ അറിയിക്കുക. അതിനുശേഷം ജഡ്ജസ് 100ൽ എത്രയാണ് അർഷിതയ്ക്ക് തരുന്ന മാർക്സ് എന്ന് നമുക്കറിയാം. ഹർഷിത എന്തോ ഔട്ട് ഓഫ് 100 97. താങ്ക് യു സോ മച്ച്. ഈ ഘട്ടത്തിലെ ഏറ്റവും ഹയസ്റ്റ് മാർക്കാണ് നേടിയിട്ടുള്ളത്. അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ഗ്രൂമേഴ്സിന് ഒരുപാട് താങ്ക് യു. നല്ലോണം കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാൽ ഒരുപാട് താങ്ക്സ്. ഓക്കെ ഹർഷിത, ഈ ഘട്ടത്തിലെ ആദ്യ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയൊരു റൗണ്ടും കൂടി ഉണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്യുക, ഇതേപോലെ അടിച്ചു പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതായത് നമ്മുടെ ഈ പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകുന്നതിന് ഏറ്റവും വലിയ കാരണക്കാരെന്ന് പറയുന്നത് നമ്മുടെ സ്പോൺസേഴ്സ് തന്നെ. അതിലെ ബാക്ക് ബോൺസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പോൺസേഴ്സ് തന്നെയാണ്. നമ്മുടെ സ്പെഷ്യൽ പാർട്ട്ണർ ലോവേസിനെ കുറിച്ച് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. കാരണം വളരെ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് അവർ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച പെർഫെക്ഷനിൽ തന്നെ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് വരാതെ ഉപഭോക്താക്കളിലേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവരെത്തിച്ചു. ഉപഭോക്താക്കളുടെ മനസ്സിലേക്ക് അവർ കയറി കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പ്ലസ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡായി മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ലോവേസിന് ആവശ്യമാണ്. ഇപ്പൊ തന്നെ 1000ഓളം ഔട്ട്ലെറ്റുകളിൽ ലോവേസ് നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യുക, അവരുടെ ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതുവരെ പാടിയവരിൽ ഒരു ടോപ്പ് പെർഫോമറിനെ നമ്മൾ കണ്ടുപിടിക്കാണ്. ആരാണ്? നമുക്ക് സ്വാഗതം ചെയ്യാം അർഷിത. അർഷിത ടോപ്പ് പെർഫോമർ ആയിരിക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. ലോവേസ്, നമ്മുടെ സ്പെഷ്യൽ പാർട്ണറായ ലോവേസ് നൽകുന്ന സമ്മാനം. അപ്പോ ഇനിയും ഇതേപോലെ പെർഫോമൻസുകൾ നടത്തുക, ഇനിയും ഇതേപോലെ സമ്മാനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാം. കേട്ടോ? ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. അല്ല, ഇവരൊക്കെ എവിടെ പോയി? അയ്യോ, കണ്ടസ്റ്റൻസും ഇല്ല, ജഡ്ജസും ഇല്ല.
അപ്പൊ പ്രേക്ഷകരെ നമ്മുടെ ജഡ്ജസും പോയി, നമ്മുടെ മത്സരാർത്ഥികളും പോയി, ഗ്രൂമേഴ്സും പോയി. നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രമേ ഉള്ളൂ. സമയമായി. ഓർക്കസ്ട്ര ടീമൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അവരും പോകാൻ തുടങ്ങാണ്. അപ്പൊ ഞങ്ങൾക്കും പോകാൻ സമയമായി. നിങ്ങളും പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. നാളെ കുറച്ച് ഗംഭീര പെർഫോമൻസുകൾ വരാനുണ്ട്. കാത്തിരിക്കണം. അതെ.